ഹലോ ഫ്രണ്ട്സ്, അലീനയും മനുവിൻ്റെ വരാനിരിക്കുന്നൊരു സ്റ്റോറിയിലേക്ക് ഏവരും സ്വാഗതം ചെയ്തു. ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ നല്ലുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ വേണ്ടി ഒരു കൂടി ഉറപ്പിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം. അങ്ങനെ നമ്മുടെ അലീനയും സ്റ്റാൻലിയും തമ്മിലുള്ള ശീതസമരമൊക്കെ സമാപിച്ചു. അപ്പം നമ്മൾ ലാസ്റ്റത്ത് കണ്ടാണല്ലോ, അത് പറഞ്ഞാണല്ലോ നമ്മൾ നിർത്തിയത്. അപ്പോൾ അലീനയുടെ പപ്പ തന്നെ, സ്റ്റാൻലി തന്നെ ഫുഡൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ സന്തോഷത്തോടെ ഫുഡൊക്കെ കഴിച്ചിട്ട് പറഞ്ഞു, പപ്പ സോറി കേട്ടോ, ഞാൻ പപ്പാനെ ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, വിഷമിപ്പിക്കാൻ വേണ്ടി ചെയ്തതല്ല, എനിക്കങ്ങനെ ചെയ്യണമെന്ന് തോന്നി. കാരണം ഞാൻ ഇതിങ്ങനെ പോയാൽ പറ്റത്തില്ല എന്ന് കണ്ടിട്ടാണ് എന്ന് പറയുമ്പോഴത്തേക്ക്, നീ എന്താണെങ്കിലും ചെയ്തോണ്ട് നോക്കി കണ്ടും ചെയ്താൽ മാത്രം മതി, കൂടുതൽ എന്നെ ഇനി ബുദ്ധിമുട്ടിക്കരുതെന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. ശരി എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട്. അപ്പം അന്നത്തെ ദിവസം കഴിഞ്ഞ് പിന്നത്തെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ അലീനയുടെ പണി തുടങ്ങുവാണ്. നേരെ വന്ന് അടുക്കളയിൽ കയറി എല്ലാവർക്കും ചായ ഇട്ടു എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടി ട്രെയിലെടുത്ത് വെച്ച് കൊടുക്കാൻ നോക്കുമ്പോഴത്തേക്കും ഗ്ലാസ്സൊക്കെ എടുത്ത് കൊടുക്കാൻ വേണ്ടി ഇറങ്ങുമ്പോഴത്തേക്ക് പൗലോസേട്ടൻ അങ്ങോട്ട് വരികയാണ്. പൗലോസേട്ട തന്നെ ഒരു ഗ്ലാസ് ചായ എടുത്തോന്ന് പറയുമ്പോഴത്തേക്ക് ഒന്നും നോക്കുന്ന ഭാവം നടിക്കുന്നില്ല. അപ്പോൾ പൗലോസ് വേറെ രീതിയിലുള്ള രീതി നിൽക്കുകയാണ്. പൗലോസേട്ടൻ പറയുന്നുണ്ട്, എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതെന്നെ വേണ്ടാതെ എന്ന് പറയുന്നുണ്ട്. അല്ല, എനിക്ക് വേണ്ട എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പൗലോസേട്ടൻ ചായ കുടിക്കുമെന്ന് പറയുന്നുണ്ട്. അപ്പം വേണ്ടെന്ന് പറഞ്ഞിട്ടും കേൾക്കാതെ വേണ്ടായപ്പോഴത്തേക്ക് പൗലോസൻ എന്താ പറയുക, ഒരു പാത്രം എടുത്ത് ഇച്ചിരി വെള്ളം പിടിച്ച് നേരെ സ്റ്റൗവിൽ കൊണ്ട് വെക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പറയുന്നുണ്ട്, ചേട്ടാ തന്നെ കുടിച്ചോ എന്ന് പറഞ്ഞിട്ട് ഈ ചായ എടുത്തിട്ട് ആ സ്ലാവുമേ വെച്ചിട്ട് നേരെ അവതക്കുട്ടിച്ചാനും മറ്റുള്ളവർക്കെല്ലാം ചായ ആയിട്ടും നമ്മുടെ അലീന പോവാണ്. അലീന അങ്ങനെ പോയപ്പോഴത്തേക്ക് രാവിലെ തന്നെ നമ്മുടെ സ്റ്റാൻലി, അതായത് ലാലിച്ചൻ നടക്കാൻ ഇറങ്ങി പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നടക്കാൻ അങ്ങനെ പോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കെല്ലാം ചായ കുടിച്ച് തിരിച്ച് കയറി വരുമ്പോഴത്തേക്ക് നമ്മുടെ പൗലോസ് മറ്റേ ഈ ചായപ്പൊടി പാത്രത്തിൻ്റെ അകത്ത് കൈയിട്ട്, അതായത് സ്പൂണിട്ട് ഒരു സ്പൂണ് ചായപ്പൊടി എടുത്ത് ഇടാൻ നോക്കുകയാണ്. ആ സമയത്താണെന്നുണ്ടെങ്കിൽ നേരെ ഓടിച്ചെന്നിട്ട് അലീന കൈ പിടിച്ചിട്ട് ഇതെന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചു. അല്ല, ഇതിന്ന് എനിക്ക് ചായ കുടിക്കണം എന്ന് പറയും. ചായ കുടിക്കാൻ വേണ്ടി ഞാൻ എടുത്ത് തന്നതല്ലേ, ചായ ചേട്ടൻ എടുത്ത് തന്നതല്ലേ, പിന്നെന്തിനാന്ന് പറയുമ്പോഴത്തേക്ക്, അല്ല ഇതിവിടെ ഒരു ചായ ഇട്ട് കുടിക്കാൻ എനിക്ക് ഉള്ള അവകാശമില്ലേ, മോള് അല്ല കുഞ്ഞ് പറയുന്ന പോലെല്ലാം കേൾക്കണം തന്നെ സാറ് പറഞ്ഞിട്ടുണ്ട്. ശരി, ഓക്കെ, ബാക്കി എനിക്കൊരു ഗ്ലാസ് ചായ കുടിക്കുന്നതിന് ഇപ്പം എന്താ കുഴപ്പമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ മര്യാദയ്ക്ക് ചായ എടുത്ത് തന്ന ചേട്ടൻ അത് കുടിക്കാത്ത ചേട്ടൻ്റെ കുഴപ്പമാണ്. പിന്നെ ഇതിപ്പോൾ ചേട്ടൻ രണ്ടാമത് ചായ ഇടേണ്ട കാര്യമുണ്ട് ചോദിക്കുമ്പോഴത്തേന്, അതെ, എനിക്ക് മറ്റുള്ളവർ ഉണ്ടാക്കി തരുന്നത് കുടിക്കാൻ എന്നെ കൊണ്ടാവത്തില്ല, ഞാൻ എൻ്റെ നാട്ടിൽ രീതിയിൽ ഉണ്ടാക്കി കുടിച്ചാൽ എനിക്കൊരു തൃപ്തി ഉണ്ടാകത്തുള്ളൂ എന്ന് പറഞ്ഞാൽ, ചേട്ടാ അതൊക്കെ വീട്ടിൽ, ഇതിപ്പം ജോലി സ്ഥലമാണ്, ചേട്ടൻ്റെ ഇഷ്ടത്തിനനുസരിച്ചല്ല ചെയ്യേണ്ടത്. ചേട്ടന് ഇവിടുത്തെ ഞങ്ങൾ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ഇവിടുത്തെ കാര്യത്തിനനുസരിച്ച്, അത് ജോലി സ്ഥലത്തുള്ള കാര്യത്തിന് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് പോയാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ചേട്ടന് കെട്ടുമ്പോഴേക്ക് എടുത്തുകൊണ്ട് ചേട്ടൻ പൊക്കോണം എന്ന് പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൗലോസ് ആ ചായപാത്രത്തിന് അതിൽ ചായപാത്രത്തിൻ്റെ അകത്ത് ഇതെടുത്തും അങ്ങോട്ടും തേയിലപ്പൊടിയോ അങ്ങോട്ട് മാറ്റി വെക്കുവാണ്. അത് കഴിഞ്ഞാൽ പെട്ടെന്ന് പിന്നെ പഴയ ചായ എടുത്ത് കുടിക്കുന്നുണ്ട്. അടുത്ത സീൻ കാണിക്കുമ്പോഴത്തേക്ക് നമ്മുടെ രായപ്പനും പൗലോസേട്ടനും കൂടെ നേരെ ചന്തയിൽ പോവാണ്. ചന്തയിൽ ഇപ്പോൾ കുറേ സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോകണം. ഒരു 7 മണിക്കൊക്കെ പോയിട്ട് 7:30 പോയിട്ട് ഒരു 8 മണിയാകുമ്പോൾ തിരിച്ച് വരുവാണ്. സാധനങ്ങളെല്ലാം മേടിച്ചു പെട്ടെന്ന് വരുവാണ്. വന്ന് സാധനങ്ങളെല്ലാം അടുക്കളയിൽ ഇറക്കി വെക്കുക. അതായത് പലവ്യഞ്ജനങ്ങളും പലചരക്ക് സാധനങ്ങളും മത്സ്യമാംസാദികളും എല്ലാം ഇറക്കി വെക്കുന്നുണ്ട്. ഇറക്കി വെച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ ചോദിക്കുന്നുണ്ട്, ഇതെന്താ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അപ്പം അലീന വന്ന് ചോദിക്കും, ഇതെന്താ ചോദിക്കുന്നുണ്ട്. സാധനങ്ങളെല്ലാം മേടിച്ചു തരും. അപ്പോൾ ഒന്ന് പറഞ്ഞു കേട്ടാന്ന് ചോദിക്കുക. എന്താ പറയണ്ടേ, എന്നെ മനസ്സിലായില്ലെന്ന് പറയാം. ഓ, ഇതേ ഇതെന്താ ചോദിച്ചു, ഇത് 50 കിലോ അരി, അപ്പോൾ അടുത്ത അത് 10 കിലോ വെളിച്ചെണ്ണ, പിന്നെ അങ്ങനെ ഓരോ സാധനം, അതായത് മാവ് അതുപോലുള്ള സാധനങ്ങൾ, മുളക് അതുപോലുള്ള പല സാധനങ്ങളെല്ലാം പറയുന്നുണ്ട്. അപ്പം മത്സ്യത്തിന് കണക്കെടുക്കുക. ഇത് എത്ര ഉണ്ട് കേട്ടത്, അത് 10 കിലോ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്ക് 10 കിലോ, ഓ ശരി ആയിക്കോട്ടെ ചേട്ടത്തിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് വേണമല്ലോ ചോദിക്കുമ്പോഴത്തേക്ക്, കണക്കും കാര്യങ്ങൾ എന്താ കണക്കും കാര്യങ്ങൾ മനസ്സിലായില്ല, അല്ല ഇതിന് എത്ര രൂപ എന്ന് അറിയണ്ടേ, വില അറിയണ്ടെന്നോ. അപ്പോൾ ഇതൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ അവധിക്കുട്ടിച്ചാനും വന്ന് നോക്കുവാണ്. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് പറയും, ഇതൊക്കെ നമ്മൾ ഓൾറെഡി പിന്നെ ചെയ്യുന്നതാണ്. കാരണം ഇത് നമ്മൾ പറ്റാണ് മേടിക്കുന്നത്, അവിടെ പറ്റുബുക്കുണ്ട്, അവിടെ നമ്മുടെ ഓരോ കടകളിലും പറ്റുബുക്കുണ്ട്, നമ്മൾ മാസം തീർത്താണ് കൊടുക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് രായപ്പനും ബൈജു ഒക്കെ ചേർന്ന് കളിയാക്കുന്നുണ്ട്, ഇത് എന്താ ഇങ്ങനെ ആയി തീർന്നേ എന്നുള്ള ഇത് ചോദിക്കുന്നുണ്ട്. അപ്പം
എന്താ തീർന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇന്നെന്തിനും ഇങ്ങനെയുള്ള ചോദ്യങ്ങളെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കുന്നുള്ള ഇതിപ്പം അറിയണ്ടേ, കാരണം എത്ര രൂപയ്ക്ക് മേടിക്കുന്നത്, എത്ര രൂപ ചിലവായിട്ടുണ്ട്, മാസം എത്രയാണ് അവിടുത്തെ കണക്കുകൾ, അല്ല അവർ കൂട്ടിയും കുറച്ചും കണക്ക് എഴുതിയേക്കുന്നതെന്നൊക്കെ അറിയണമെന്നുള്ള രീതിയിലാണ് നമ്മുടെ അലീനെ ചോദിക്കുന്നത്. അപ്പം പറയാം, ചേട്ടാ ഒരു കാര്യം കൂടെ അപ്പം ചോദിക്കട്ടെ, ഇന്നത്തെ അവർക്കുള്ള പറ്റുപോക്ക് അവിടെ ഉണ്ടെന്ന് പറയും, അപ്പം നമുക്കുള്ള പറ്റുപോക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം നമുക്ക് അത് ഇന്ന് ഉണ്ടെന്ന് പറഞ്ഞിട്ട് നേരെ അലമാരി എടുക്കുക, അലമാരിക്കകത്തെടുത്ത് ഈ ബുക്ക് കാണിക്കണം, ബുക്ക് കാണിക്കുമ്പോഴത്തേക്ക് ചോദിക്കുകയാണ്, അപ്പോൾ ഇന്നത്തെ കണക്ക് എഴുതില്ലോ, അത് ഇന്ന് എടുക്കുക മറന്നു പോയതാണെന്ന് പൗലോസ് പറയണേ, അതെങ്ങനെ മറന്നു പോകുന്നത്, പക്ഷേ ഇപ്പോൾ ഇന്നലത്തെയോ, അത് ഇന്നലത്തെ എഴുതിയില്ല, അത് ഒരുമിച്ച് എഴുതാമെന്ന് ഓർത്തിട്ട്, അപ്പോൾ ഒരുമിച്ച് എഴുതുന്ന പറയുമ്പോൾ മറന്നു പോകത്തില്ലേ, അതിപ്പോൾ ഒരാൾ ഒരു കൂട്ടി എഴുതിയാലോ എന്നിട്ട് അത് കൂട്ടി എഴുതില്ല, ഞാൻ ഓർത്തിരിക്കുന്നുണ്ട്. ചേട്ടാ അത് ഓർത്തിരിക്കുമെന്ന് ചേട്ടൻ പറയുന്നു, മറന്നു പോയാൽ അവരത് കൂട്ടി എഴുതത്തില്ലേ എന്നുള്ള ചോദ്യമാണ് ചോദിക്കുന്നത് എന്ന് പറയുമ്പോഴത്തേക്ക്, അങ്ങനെ മറക്കാറില്ലെന്ന് പറയാം ചേട്ടാ. അതൊരു മുട്ടാത്തർക്കമാണ്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മേടിക്കുന്ന സാധനത്തിൻ്റെ അതാത് ദിവസം അതാത് രേഖപ്പെടുത്തുവാണെങ്കിൽ പിന്നെ അതിൻ്റെ അകത്ത് കൺഫ്യൂഷൻ വരുന്നില്ലല്ലോ എന്നുള്ള പറയുമ്പോഴത്തേക്ക്, ഇതൊക്കെ ഇവിടെ ആദ്യമായിട്ടൊന്നും അല്ല, ഇതിപ്പോൾ റെഗുലറായിട്ട് നടക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്ക്, അതുകൊണ്ടാണ് പല രീതിയിലും പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഒരു കാര്യം കൊണ്ടുണ്ട്, ഇത് എത്ര കിലോ അരി ഉണ്ടെന്ന് പറഞ്ഞാൽ 50 കിലോ ആണല്ലേ, അപ്പോൾ ഇത് 10 കിലോ വെളിച്ചെണ്ണ ഉണ്ടെന്നൊക്കെ പറയണം. ആണോ, ശരി. അപ്പം ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം അല്ല ബൈചാട്ടിനും രാജേട്ടനും ഇങ്ങോട്ട് വരാൻ പറയും. എന്താ മോളെന്ന് ചോദിക്കുക, ഇങ്ങോട്ട് വരാൻ പറയും. നേരം അടുത്ത് വിളിച്ചിട്ട് ചോദിക്കുന്നത്, അത് നിങ്ങൾ ആ ഫോൺ രണ്ടും തരാൻ പറഞ്ഞു. ഫോൺ രണ്ടും മേടിച്ചിട്ട് സ്വിച്ച് ഓഫ് ആക്കുമ്പോൾ ആ സ്രാവമേ വെക്കുവാണ്. ഞാൻ പറയാതെ ഈ ഫോണ് ഓണാക്കാൻ പാടില്ല ഓണാക്കാൻ പാടില്ല. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ടുപേരും ഒന്ന് ശ്രദ്ധിച്ചോണം. ഞാൻ ഇപ്പോൾ വരാം, നിങ്ങൾ രണ്ടുപേരും ഈ സാധനങ്ങളെല്ലാം എടുത്ത് അതിൻ്റെ അകത്ത് വെക്കാൻ, നിങ്ങൾ 3 പേരും കൂടി ചെന്ന് ഈ സാധനങ്ങളെല്ലാം എടുത്ത് വണ്ടി വെക്കാൻ പറയാം. അതായത് മത്സ്യം ഒഴിച്ച് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ പറയാം. അങ്ങനെ എടുത്ത് വെക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ പന്തികളുണ്ടെന്ന് അതുകൂടിച്ചാലും മനസ്സിലായി. എന്താ മോളെ ഇപ്പോൾ വരാ അപ്പച്ചാന്ന് പറഞ്ഞ് നേരെ പോവാണ്. നേരെ പോയി അതുകൂടി, അതായത് അലീന ഒരു ഡ്രസ്സൊക്കെ മാറി, തന്നെ ഡ്രസ്സ് പെട്ടെന്ന് മാറിയിട്ട് വരുവാണ്. അപ്പച്ചാ ഇതിൻ്റെ അകത്തൊക്കെ എനിക്ക് തോന്നിയിട്ട് ഇതിൻ്റെ അകത്ത് നമ്മൾ ഉദ്ദേശിച്ച പോലെ ഒരു അളവല്ല ഇരിക്കുന്നത്, എനിക്ക് സംശയമുണ്ട് എന്നുള്ള രീതിയിൽ പറഞ്ഞു. നേരെ പോവാണ്. അപ്പം മോളപ്പം ഞാനും ഉണ്ട് നോക്കാമെന്ന് പറഞ്ഞു. നേരെ അവതക്കുട്ടിച്ചാനും പോയി പെട്ടെന്ന് ഡ്രസ്സൊക്കെ മാറി പോവാണ്. എടുത്ത് നേരെ പോയി കടയിൽ ചെന്നിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾ ഇറങ്ങണ്ട, ഞാൻ തന്നെ പോയി നോക്കിക്കോളാം എന്ന് പറഞ്ഞ്. അപ്പം ഇവരുടെയൊക്കെ ഇരിക്കുന്ന പറ്റുമൊക്കെ അതുകൂടാതെ അവിടെ ചെന്നിട്ട്, ചേട്ടാ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് സാധനം മേടിച്ചുകൊണ്ട് പോയായിരുന്നല്ലോ, ആ സാധനത്തിൻ്റെ ആ ലിസ്റ്റ് ഒന്ന് കാണിക്കാൻ ചോദിക്കും. ആ ലിസ്റ്റ് കാണിക്കാമല്ലോ, അതിന് പിന്നെ കാണിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത്, ചേട്ടാ ഇന്നിപ്പം മേടിച്ച അരി എത്ര എന്ന് പറഞ്ഞാൽ 55. അപ്പം മത്സ്യം എത്രയല്ല, എണ്ണ എത്ര, എണ്ണ 15. അപ്പം അല്ല 15 അല്ല 10. പക്ഷേ അപ്പോൾ ഒരു കാര്യം ചേട്ടാ, ഈ സാധനങ്ങളൊക്കെ ഞങ്ങൾക്ക് തൂക്കി നോക്കണം എന്ന് പറയുമ്പോഴത്തേക്ക്, പെട്ടെന്ന് വന്ന് തൂക്കി നോക്കുമ്പോഴത്തേക്ക് എല്ലാത്തിനും കുറവാണ്. അതായത് മേടിച്ച അരി 55 അവിടെ രേഖപ്പെടുത്തിയെങ്കിൽ പോലും, പക്ഷേ അരി കാണുന്നത് 35 കിലോ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇപ്പുറത്ത് വന്ന് മാറിക്കഴിയുമ്പോഴത്തേക്ക് എണ്ണ നോക്കുമ്പോഴത്തേക്ക് 10 കിലോ എണ്ണ പറയുന്നതിൽ 8 കിലോ ഉള്ളൂ. അങ്ങനെ ഓരോരുത്തരും മുളക്, കടുക് അതുപോലുള്ള സാധനങ്ങളെല്ലാം, പലചരക്ക് സാധനം എല്ലാത്തിനും പിന്നെ അളവിൽ വ്യത്യാസമുണ്ട്. അപ്പം അത് കഴിഞ്ഞുകൊണ്ട് നേരെ വന്ന് ചോദിക്കുന്നുണ്ട്, കടക്കാരനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇത്ര വ്യത്യാസം വരുന്നത്, നിങ്ങൾ 55 പറഞ്ഞാൽ 35 കാണിക്കുന്നുള്ളൂ, 10 കിലോ എന്ന് പറയുമ്പോൾ 8 കിലോ കാണിക്കുന്നുള്ളൂ, 5 കിലോ എന്ന് പറയുമ്പോൾ 3 കിലോ 2 കിലോ ഒക്കെയല്ലേ കാണിക്കുന്നത്, ഇതെന്താ ഇങ്ങനെ വരുന്നത്? അത് നിങ്ങൾ പോയ വഴിക്ക് നിങ്ങളെ വീട്ടിൽ കൊണ്ട് പൂഴ്ത്തി വെച്ചിട്ട് എൻ്റെ അടുത്താണ് കുറ്റം പറയുന്നത് ചോദിക്കുമ്പോഴത്തെ അത് കൂടി ഒരുമാതിരി തോന്നിയാസം പറയരുത്, ഞങ്ങൾ ആ ഫാമിലിപ്പെട്ടവരല്ല, നീ ഇവിടെ കാണിക്കുന്ന തോന്നിയാസത്തിന് ഞങ്ങളാണ് കുറ്റം പറയുന്നത് എന്നുള്ള രീതിയിൽ അവത്തുക്കുട്ടി ഞാൻ പെട്ടെന്ന് ചൂടാവുകയാണ്. പറയും. അപ്പം അലീന പറയുന്നുണ്ട്, ചേട്ടാ കളി ഇറക്കല്ലേ, കാരണം നിങ്ങൾ 55 കിലോ അരി തന്നിട്ടുണ്ടെങ്കിൽ അരമണിക്കൂറേ ഇവിടെ നിന്ന് ആയിട്ടുള്ളൂ, പോയിട്ട് അരമണിക്കൂർ കൊണ്ട് ഞങ്ങളവിടെ പോയിട്ട് പൂർത്തി വെക്കാനൊന്നും പോകുന്നില്ല, ഇനി ഇത് ആവർത്തിക്കരുത്. ഇത് ഞങ്ങളുടെ എൻ്റെ അപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ല ഇത് അപ്പച്ചനോട് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അവസ്ഥ നിങ്ങൾക്ക് അറിയാമെന്ന് ചോദിക്കും. ഉടനെ നിങ്ങളുടെ സാധനം വേണമെന്നില്ല, വേറെ കടയാണ് ഞങ്ങൾ പിടിച്ചോളാം, മാന്യമായിട്ടുള്ള രീതിയിലുള്ള കച്ചവടം കാര്യങ്ങളൊക്കെ നടത്തുവാണെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് നേരെ വന്ന് ഈ തൂക്കിയ സാധനങ്ങളെല്ലാം എടുത്ത് വെക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ 3 പേരും കൂടി ചേർന്ന് എടുത്ത് വെക്കും. വണ്ടിക്കകത്തിനെടുത്ത് വെച്ച് കഴിയുമ്പോഴത്തേക്ക് പൗലോസിനോട് ചോദിക്കുന്നത്, പൗലോസേട്ടാ ഇപ്പോൾ പലചരക്കിൻ്റെ കണക്ക് മാത്രമേ നമ്മൾ എടുത്തുള്ളൂ, നമുക്ക് ഇനി മാംസാദികളുടെ കണക്കും കൂടെ പോയാൽ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പോഴത്തേക്ക് പറയാം, ഒന്നും മിണ്ടുന്നില്ല. അതായത് അടി കൊണ്ടുപോലൊരവസ്ഥയിലാണ് പൗലോസും രായപ്പനും ബൈജു എല്ലാം ഇരിക്കുന്നത്. ഇനി ഏതൊക്കെയും വീട്ടിലോട്ട് വിടാൻ പറ്റും. നേരെ വീട്ടിലോട്ട് വിട്ട് കഴിയുമ്പോഴത്തേക്ക് വീട്ടിൽ ചെന്നിട്ട് ഇറക്കി വെച്ചു നോക്കുക. അപ്പം ഇപ്പം 35 കിലോ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം ഇതിൻ്റെ അകത്ത് ഈ ലിസ്റ്റിൻ്റെ അകത്ത് നോക്കുമ്പോഴത്തേക്ക് മിനിഞ്ഞാന്ന് ഒരു
30 കിലോ അരി മേടിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു 10 കിലോയും കൂടെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ 40 കിലോ അരിയിൽ ഇപ്പം 4 ദിവസം ആയിട്ടുള്ളൂ. ഈ 40 കിലോ അരി ഈ 5 ദിവസം കൊണ്ട് ഈ എത്ര ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ആ പാത്രത്തിൻ്റെ അകത്ത് എന്തോരം കാണും, ഒരു 5 കിലോ മാത്രമേ കാണത്തുള്ളൂ. ഈ 5 കിലോ മാത്രം ഇരിക്കുമ്പോഴത്തേക്കും 40 കിലോ അരിയിൽ 5 കിലോ ബാലൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അതായത് ഞാൻ 2 ദിവസം ഉപവാസമായിരുന്നു. അപ്പച്ചന് വലുതായിട്ട് കഴിച്ചു. അപ്പച്ചന് ഇവിടെ ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ അപ്പം മാത്രമാണ് ഈ ഭീമസേനം കഴിക്കുന്ന പോലെ ഈ 35 കിലോ അരി കഴിച്ച് തീർത്തതെന്ന് ചോദിക്കും. ഇപ്പോൾ ഇതാരാ ഇത് കഴിച്ച് തീർത്തതെന്ന് ചോദിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് ഭയങ്കര കള്ളത്തരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാര്യം പറഞ്ഞേക്കാം, ഇനി ഈ പരിപാടി ഇവിടെ നടക്കത്തില്ല. അപ്പോൾ അവതക്കുട്ടിച്ചാൻ ഇവരെല്ലാം ഈ അലീന ചോദിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു സന്തോഷം. അതായത് അതായത് നമ്മുടെ കസ്റ്റമർ അല്ല, ജോലിക്കാരെ ഡീൽ ചെയ്യുന്ന രീതി കാണുമ്പോഴത്തേക്ക് ഒരു അതിശയത്തിൻ്റെ രീതി നോക്കുകയാണ്. നിങ്ങൾ ഇവിടെ ഓരോ പരിപാടി ചെയ്ത് കൂട്ടുന്ന എല്ലാം എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് ആദ്യം തൊട്ട് വാച്ച് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പം ഇതിൻ്റെ അകത്ത് നിങ്ങളുടെ ഡീൽ എങ്ങനെയാണെന്ന് ചോദിക്കും. ഉടനെ രായപ്പനും ബൈജുമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് മോളെ ക്ഷമിക്കണം, നമുക്ക് 3-1 പറയും. 3-1 മനസ്സിലായില്ല. അത് ഒരാൾക്ക് 5, 6 ഒക്കെ 4, 5 ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞാൽ 4, 5, 6, 7 ആവും. അതങ്ങനെ മനസ്സിലായില്ല. അല്ലെ മോളെ, ഞങ്ങൾക്കൊരു 15,000 രൂപയൊക്കെ വെച്ച് ഒരു മാസം കിട്ടും. 3-1, അതായത് കടക്കാർക്കൊന്ന് ഒരു വീതം, ഞങ്ങൾക്കൊരു വീതം, പിന്നെ ബാക്കിയുള്ള സാധനം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് പറയും. അതായത് 15,000 രൂപ കിട്ടുവാണെങ്കിൽ 3 പേര് ഭാഗിച്ച് 5 രൂപ വെച്ച് എടുക്കുമെന്ന് പറയും. ഒരു മാസം അങ്ങനെ വെച്ച് കിട്ടുമെന്ന് പറയും. അങ്ങനെയല്ലേ. അപ്പം അതിൻ്റെ അത് ആൻ്റപ്പൻ ചേട്ടൻ എങ്ങനെയാണെന്ന് പറയും. അപ്പോൾ ആൻ്റപ്പൻ ചേട്ടൻ എന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഒരു പൈൻറ്റ് മേടിച്ചു കൊടുക്കണം. അത് പുള്ളി വലുതായിട്ടൊന്നും എടുക്കുന്നൊന്നുമില്ല. പക്ഷേ പുള്ളി കണ്ടും കാണാതെ ഉള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പം അങ്ങനെ കണ്ടും കാണാതെ രീതി നിൽക്കുന്നത് കൊണ്ട് ആ പുള്ളീനെ ആ രീതിയിൽ ഒരു പൈൻറ്റ് മാത്രം മേടിച്ച് കൊടുത്താൽ മതി. ശരി എന്ന് പറയുമ്പോഴത്തേക്ക് ഇനി മേലെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ശമ്പളം കൂടുതലാണ് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ശമ്പളം കൂട്ടി ഞാനും എൻ്റെ അപ്പച്ചൻ്റെ അടുത്ത് ഡീൽ പറയാം. പക്ഷേ ഇതിൻ്റെ അകത്ത് സാധനം മേടിക്കുന്ന സാധനത്തിൻ്റെ അകത്ത് യാതൊരു കള്ളത്തരം കാണിക്കുന്നത്. പിന്നെ ബൈജുയുടെ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ വണ്ടി ഓടുന്നതിൻ്റെ അടുത്തുള്ള ഡീസലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അത് നമ്മൾ ഇന്നലെ പോലെ ഡീൽ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആഴ്ചയിലൊക്കെ ഡീൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ഓടുന്ന വണ്ടിയുടെ കിലോമീറ്റർ, പിന്നെ എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിക്കുന്നത്, അല്ലെങ്കിൽ എത്ര രൂപയ്ക്കാണ് ഡീസൽ അടിക്കുന്നത്, അത് ക്ലിയർ ആയിട്ട് എന്നെ ബോധിപ്പിക്കണം. അത് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ട് തരണം. അത് തന്നേ പറ്റത്തുള്ളൂ എന്ന് പറയാണ് നമ്മുടെ അലീന. അപ്പം ശരി മോളെ എന്ന് പറയുന്നത് എല്ലാവരും ഇപ്പം പറയാം, ഇനി ഇവിടെ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞു. കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്ക് അലീന റൂമിൽ ചെന്നിട്ട് ഉറക്കെ വിളിക്കുവാണ്, ആൻ്റപ്പൻ ചേട്ടാ ഒന്ന് വന്നേന്ന് പറഞ്ഞു. നേരെ ആൻ്റപ്പൻ റൂമിൽ ചെല്ലുകയാണ്. ആൻ്റപ്പൻ ചോദിച്ചിട്ട് ചേട്ടൻ ഒന്ന് കണ്ണടയ്ക്കാൻ പറയും. അപ്പം ഒന്ന് കണ്ണടച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്ക് ചേട്ടാ ഒരു കാര്യം പറയട്ടെ, ഇതിൻ്റെ അകത്ത് ആൻ്റപ്പൻ ചേട്ടൻ ഒരു കണ്ണടച്ചിട്ട് തുറന്നു കഴിയുമ്പോഴത്തേക്ക് ഇന്ന് ഒരു 200 രൂപ എന്നാണ്. എന്തിനാ നമ്മൾ 200 രൂപ? അതെ, ഒരു പൈൻറ്റ് മേടിക്കാൻ വേണ്ടിയെന്നാണ്. പൈൻറ്റ് മനസ്സിലായില്ല. അല്ല, സാധാരണ ഇവിടുന്ന് സാധനങ്ങളെല്ലാം മുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അവർ 200 രൂപ എന്നല്ലേ ചേട്ടനെ കണ്ണടയ്ക്കുന്നത്. കണ്ടില്ല കേട്ടില്ല എന്നുള്ള രീതി പോകുന്നത്. അതുകൊണ്ട് ഇനിയും ചേട്ടൻ അങ്ങനെ ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. ചേട്ടന് 200 രൂപ വെച്ച് ഞാൻ തന്നോളാം. പിന്നെ പൈൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാനത് തന്നേക്കാം എന്നുള്ള ഇത് പറയണം. അപ്പോൾ ശരി എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഓക്കെ, ഇനിയിപ്പം പൈൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലിയറായിട്ട് പറഞ്ഞാൽ മതി. ഞാൻ ഇവിടെ വേറെ ആരും കള്ളത്തരം കാണിക്കാൻ പാടില്ല. ഞാനിവിടെ ഉണ്ട്, എന്നെ കവിഞ്ഞ് ഇവിടെ എന്ത് നടക്കാൻ പാടുള്ളൂ എന്ന് അലീന പറയുവാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം കണ്ട് നമ്മൾ അവതക്കുട്ടിച്ചാൻ ഭയങ്കര സന്തോഷത്തോടെ നിൽക്കുകയാണ്. സന്തോഷത്തോടെ നിൽക്കുമ്പോഴത്തേക്ക് അതുകൂടിച്ചാൻ പറയുന്നുണ്ട്, എൻ്റെ കൊച്ചുമോൾ വളരെ കാര്യപ്രാപ്തിയുള്ളൊരു പെണ്ണാണ് എന്ന് മനസ്സിലാക്കി നിൽക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ കോർത്തിണക്കിയ ഒരു വളരെ നല്ലൊരു വിശേഷമാണ് ഇനി വരാനിരിക്കുന്ന വിശേഷം. കാത്തിരുന്ന് തന്നെ കാണാം. 1-2 ആഴ്ചക്കുള്ളിൽ നമുക്കതിത് കാണാൻ പറ്റും. അതിനാൽ ഇന്നത്തെ വീഡിയോ ഇവിടെ പറയുന്നു. സൈനിങ് ഓഫ്. താങ്ക് യു.